ബാംഗ്ലൂരിൽ പുതിയ തട്ടിപ്പ് വ്യാപകമാകുന്നു. സൈബർ വിദ്യാഭ്യാസ ഗ്രൂപ്പായ ദി ഫിൻക്രെഡിബിൾസ് ആണ് തട്ടിപ്പിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുള്ളത്. മൊബൈൽ ഫോണിലൂടെ നടത്തുന്ന ഇത്തരം തട്ടിപ്പുകളിൽ അകപ്പെടരുതെന്ന മുന്നറിയിപ്പിലും പറയുന്നു. ബംഗളൂരുവിൽ പുതിയൊരു തട്ടിപ്പ് വ്യാപകമാകുന്നുവെന്ന സമൂഹമാധ്യമത്തിൽ പ്രത്യക്ഷപ്പെട്ട പോസ്റ്റാണ് നിലവിലെ ചർച്ചാ വിഷയം. തട്ടിപ്പിനിരയായ ശേഷം ഖേദിക്കുന്നതിനേക്കാൾ നല്ലത് ജാഗ്രത പാലിക്കുന്നതാണെന്ന് 60 സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോയ്ക്ക് നൽകിയിരിക്കുന്ന അടിക്കുറിപ്പിൽ പറയുന്നു. അടിയന്തര ഘട്ടത്തിൽ ഒരു സ്ത്രീ പുരുഷന്റെ ഫോൺ വാങ്ങുന്നതും അതിൽ നിന്ന് കോൾ ചെയ്യുന്നതിന് പകരം ഒരു കോഡ് ഡയൽ ചെയ്ത് വിളിക്കുന്നതായി അഭിനയിക്കുന്നതും വീഡിയോയിലുണ്ട്. എന്നാൽ ആരെങ്കിലും വിളിക്കുന്നതിന് പകരം മൊബൈൽ ഫോണിൽ ഒരു കോഡ് ഡയൽ ചെയ്ത് വിളിക്കുന്നതായി അഭിനയിക്കുകയാണ്. ഇതിലൂടെ ഫോണിൽ കോൾ ഫോർവേഡിംഗ് എന്ന ഓപ്ഷൻ സജ്ജമാകുന്നു. ശേഷം ഈ ഫോണിലേക്ക് വരുന്ന ഓരോ കോളുകളും സന്ദേശങ്ങളും തടയപ്പെടും. മാത്രമല്ല ബാങ്ക് OTPകളും മറ്റ് നിർണായക വിശദാംശങ്ങളും തട്ടിപ്പുകാരന്റെ നമ്പറിലേക്കാണ് എത്തുക. സൈബർ വിദ്യാഭ്യാസ ഗ്രൂപ്പായ ദി ഫിൻക്രെഡിബിൾസ് ആണ് ഈ വീഡിയോ നിർമ്മിച്ചിരിക്കുന്നത്. ഈ തട്ടിപ്പ് ഇന്ത്യയിലുടനീളം വ്യാപിക്കുന്നുണ്ടെന്നും തട്ടിപ്പുകാർ കൊറിയർമാരായോ ഡെലിവറി ഏജന്റുമാരായോ അല്ലെങ്കിൽ സഹായം ചോദിക്കുന്ന സാധാരണക്കാരായോ എത്തുമെന്നും വീഡിയോയിൽ പറയുന്നു. അവർ ഡയൽ ചെയ്യുന്ന കോഡിലൂടെ അല്ലെങ്കിൽ അവർ ഡയൽ ചെയ്യാൻ ആവശ്യപ്പെടുന്ന കോഡിലൂടെ കോൾ ഫോർവേഡിംഗ് ഓണാവുകയും തട്ടിപ്പിനിരയാവുകയും ചെയ്യുകയാണ്. ഇതിലൂടെ ഓരോ OTP വെരിഫിക്കേഷൻ കോളും വാട്സ്ആപ്പ് കോളും ടെലിഗ്രാം വെരിഫിക്കേഷൻ കോഡും ബാങ്ക് വെരിഫിക്കേഷൻ കോളുകളുമൊക്കെ നേരിട്ട് തട്ടിപ്പുകാരനിലേക്കാണ് എത്തുന്നതെന്നും വീഡിയോയിലൂടെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കോൾ ഫോർവേഡിംഗ് ഓപ്ഷൻ ഓഫാക്കുന്നതിനായി #002# എന്ന് ഡയൽ ചെയ്താൽ മതിയാകും. മാത്രമല്ല 21 61 67 എന്നിവയിൽ തുടങ്ങുന്ന ഒരു കോഡും ഒരു പരിചിതനിൽ നിന്നും ഡയൽ ചെയ്യരുതെന്നും വീഡിയോയിൽ പറയുന്നു. ഒരുപക്ഷെ ഈ ചതിയിൽ വീണുപോയാൽ 1930 എന്ന നമ്പറിലോ cybercrime.gov.in എന്ന സൈറ്റിലോ ഉടൻ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ തന്നെ 2 ലക്ഷത്തിലധികം പേർ കണ്ടുകഴിഞ്ഞ വീഡിയോയ്ക്ക് സമൂഹമാധ്യമങ്ങളിൽ നിന്ന് സമ്മിശ്ര പ്രതികരണങ്ങൾ ലഭിക്കുന്നുണ്ട്. കുടിയേറ്റക്കാർ ബംഗളൂരുവിലേക്ക് വരുന്നത് തട്ടിപ്പ് നടത്താനാണെന്ന് ഒരു വിഭാഗം ആളുകൾ പ്രതികരിക്കുന്നു. തട്ടിപ്പുകൾ ഒഴിവാക്കുക, കുഴികളിൽ വീഴുന്നത് ഒഴിവാക്കുക, ഗതാഗത കുരുക്കൊഴിവാക്കുക, മണ്ണിടിച്ചിൽ ഒഴിവാക്കുക, കുറ്റവാളികളെ ഒഴിവാക്കുക എന്ന പരിഹാസരൂപേണയും കമന്റുകൾ വീഡിയോയ്ക്ക് കിട്ടുന്നുണ്ട്. ഒപ്പം ഇത്തരം സംഭവങ്ങൾ മറ്റ് സ്ഥലങ്ങളിൽ വെച്ച് നേരിട്ടതിന്റെ അനുഭവങ്ങളും കുറിക്കുന്നവരുണ്ട്. നാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.